എല്ലാവരും ഡൗട്ടാണ് നമ്മൾ ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏത് ബാറിൽ കളിക്കണം, ബെൻഡ് ബാറിൽ കളിക്കണോ, അതുപോലെ പ്ലെയിൻ ബാർ കളിക്കണോ, ബോക്സ് ബാർ കളിക്കണം, എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഈ പ്ലെയിൻ ബാർ അടിക്കുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തിനാണ് ബേസ് അടിക്കുമ്പോൾ ഏത് ഭാഗത്തിനാണ്, അതുപോലെ ബെൻഡ് ബാർ അടിക്കുമ്പോൾ ബെൻഡ് ബാർ അടിക്കുമ്പോഴാണ് ഗുണം, അല്ല പ്ലെയിൻ ബാർ അടിക്കുന്ന ഗുണം എന്ന് കുറേ പേര് ചോദിക്കും. അപ്പോൾ നമുക്ക് ബെൻഡ് ബാർ എന്തിനാ കളിക്കണമെന്നും പ്ലെയിൻ ബാർ എന്തിനാ കളിക്കണമെന്നും ബോക്സ് ബാർ എന്തിനാ കളിക്കണമെന്നും ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ബാറാണ് ബെൻഡ് ബാർ. ഈ ബെൻഡ് ബാർ എല്ലാവരും ബെൻഡ് ബാർ ചിലർ ബേസ് പ്ലെയിൻ ബാർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ബെൻഡ് ബാർ അടിക്കാൻ പോകും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബെൻഡ് ബാറാണ്. ഈ ബെൻഡ് ബാർ രണ്ട് കറവുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വളവുണ്ടോ, ഇങ്ങനെ ഒരു വളവുണ്ട്, ഇവിടെ ഒരു വളവുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ കറക്റ്റായിട്ട് വളവിൽ ഈ വളവിൽ കറക്റ്റായി പിടിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ അടിക്കാം. സ്ലോ ആയിട്ട് ഇറക്കുക, മോളിക്ക് ഇറക്കുക. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഇതിന് കിട്ടുന്ന ഏത് മസാല ബൈസെപ്സിന്റെ കണ്ടോ ഈ ഹെഡ് ലോങ് ഹെഡ് കിട്ടും. മനസ്സിലായി? ലോങ് ഹെഡ് മനസ്സിലായില്ലേ? ഈ ഭാഗത്തിന് ടാർഗറ്റ് ചെയ്താണ് നമുക്ക് ഈ ബെൻഡിന്റെ ഈ കറവ്. അതുപോലെ ബെൻഡിന്റെ ഈ കറവിന് കുറച്ചും കൂടി ഈ ലെവലിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ എന്താണ് ഈ ലെവല് സ്ലോ കൈ മുറുക്കി തന്നെ പിടിക്കുന്ന ലൂസ് ആവരുത് കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഷോർട്ട് ഹെഡ് ബൈസെപ്സിന്റെ ഷോർട്ട് ഹെഡ് ഈ ഭാഗത്തിലോട്ട് കറക്റ്റ് കിട്ടുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ബെൻഡ് ബാറിന്റെ ഈ വളവിലായിട്ട് ഇങ്ങനെ തിരിച്ച് കൈ പിടിച്ചിട്ടുണ്ടോ നോർമൽ നിന്ന് നിങ്ങൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടോ ഗുണം എന്താ വെച്ചാൽ ഫോറാം മസിന് നമ്മുടെ ഈ ഫോറാം ആകലിനും അതുപോലെ ബ്രേക്കാസ് മസിനും കൂടി കിട്ടുന്ന ഒരു വർക്കൗട്ടാണ് ബെൻഡ് ബാർ. രണ്ടാമത്തെ ബാറാണ് പ്ലെയിൻ ബാർ. എല്ലാവരും കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പ്ലെയിൻ ബാറിലാണ്. ഏറ്റവും നല്ല ഗുണം പ്ലെയിൻ ബാർ തന്നെയാണ്. പ്ലെയിൻ ബാർ കളിക്കുന്ന സമയത്തുണ്ടോ നമ്മൾ നോർമൽ ഗ്രിപ്പിൽ പിടിച്ചിട്ട് ബൈസെപ്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കേട്ടും ടാർഗറ്റ് സുഖമായിട്ട് കളിക്കാൻ പറ്റിയ വർക്കൗട്ടാണ്. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ നല്ല നമുക്ക് പിടുത്തവും കിട്ടുന്നതൊക്കെ കിട്ടുന്ന നമുക്ക് പ്ലെയിൻ ബാറിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്ലെയിൻ ബാറിൽ ചെയ്യാറ്. നമുക്ക് പ്ലെയിൻ ബാറിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് റിസ്റ്റ് ബാൻഡ് റിസ്റ്റിന്റെ അവിടെ നിന്ന് കംപ്ലൈന്റോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ബെൻഡ് ബാറിനെ സെറ്റ് ബാറിനെ യൂസ് ചെയ്ത് കളിക്കുക കേട്ടോ. അടുത്ത ബാറാണ് നമ്മുടെ ബോക്സ് ബാർ. മെയിൻ ആയിട്ട് വർക്കൗട്ടിന്റെ ഒരു ബാറാണ്. ഇതിൽ രണ്ട് പാർട്സ് വർക്കൗട്ട് ചെയ്യുക. ട്രൈസെപ്സിനും ബൈസെപ്സിനും വേണ്ടി വർക്കൗട്ടാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രേറ്റ് ബാറുണ്ട്. ഈ സ്ട്രേറ്റ് ലെവലും വി പോലെ കർവുണ്ട്. അപ്പൊ നമ്മൾ ആ സ്ട്രേറ്റ് ലെവലിലേക്ക് പിടിച്ചിട്ട് കണ്ടോ സ്ട്രേറ്റ് ലെവൽ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക, സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ. ഇത് നമുക്ക് കിട്ടുന്നത് നേരെ കിട്ടുന്നത് നമ്മുടെ ബ്രേക്കാൽസ് ഈ കണ്ടോ ഈ ബൈസെപ്സിനും ട്രൈസെപ്സിനും ഇടയിലുള്ള മസിലാണ് നമുക്കിത് കിട്ടുക. അതുപോലെ ഫോർ ആംസിനും. അതുപോലെ വി ബാറാണ്. ഈ വി പോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് കണ്ടോ നേരെ മോളിലോട്ട് പൊക്കിയാലോ നമുക്ക് ട്രൈസെപ്സ് അടിക്കുന്ന നല്ലൊരു ബാറാണ്. എന്നുവെച്ചാൽ നമുക്ക് ഡമ്പലിനെക്കാട്ടും നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഈ വി പോലത്തെ ഇതിൽ പിടിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും ബൈസെപ്സും ട്രൈസെപ്സും ചെയ്യുന്ന സമയത്ത് ബെൻഡ് ബാർ എന്തിനടിക്കുന്നുണ്ട്, പ്ലെയിൻ ബാർ, ബോക്സ് ബാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബെൻഡ് ബാർ ഇങ്ങനെ ഈ മസിലുകളെ ടാർഗറ്റ് കളിക്കാനാണ്, പ്ലെയിൻ ബാർ ഇങ്ങനെ കളിക്കാനാണ്, ബോക്സ് ബാർ ഇതിനെ കുറിച്ചാണ്. എല്ലാവരും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഇത് ബാറിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ.